ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഞങ്ങൾ കൂടുതൽ പേരും എടുക്കുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങൾ മാറും. ഞങ്ങൾക്ക് അതിനുള്ള അനുവാദമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല ചോദിക്കുന്നത്, രാജ്യത്ത് പൊതുവിൽ നിങ്ങൾ ഛത്തീസ്ഗഡിലാവട്ടെ ജാർഖണ്ഡിലാവട്ടെ ഇവിടെ പൊതുവിലൊരു ഭീതിയുടെ അന്തരീക്ഷം ഇല്ലേ മതപ്രവർത്തനത്തിൽ? ഉണ്ട് ഉണ്ട്. അതാ ചോദിക്കുന്നത്, എന്താണ് അങ്ങനെ ഒരു തുറന്നതിനെ KCBC അടക്കം തുറന്നത് പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊക്കെ വസ്ത്രമിട്ട് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമുക്കത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതല്ലേ. നമുക്ക് മതസ്വാതന്ത്ര്യവും ഇതെല്ലാം ഉള്ളതല്ലേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇനി അതിൽ കൂടുതൽ എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ സിസ്റ്റേഴ്സിൻ്റെ ഈ ബെയിലിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒത്തിരി പേരുണ്ട്. അവരോടെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഈ മീഡിയ ഒത്തിരി ഇതിന് സഹായിച്ചു. ഇതിനെപ്പറ്റി അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കാനൊക്കെ ആയിട്ട് മീഡിയ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിനും നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അതിന് ബാക്കി കാര്യങ്ങളെല്ലാം കോടതിയുടെ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ ഇത് FIR തന്നെ ഞങ്ങൾക്ക് മാറ്റിക്കിട്ടണമെന്ന് ഞങ്ങളുടെ അത് ക്യാൻസൽ ചെയ്ത് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ പ്രത്യേക ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും നിങ്ങളെ കന്യാസ്ത്രീയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജയിലിലെത്തി. ഇതിനെങ്ങനെ കാണുന്നു? അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് അവരോട് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമൊന്നും കളിക്കുന്നവരല്ല. ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമർപ്പിതരാണ്. ഞങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു. പക്ഷെ നമുക്ക് വേണ്ടി ആരെന്ത് ചെയ്യുന്നു അവരോട് കുറച്ചും കൂടെ ഞങ്ങൾക്ക് താല്പര്യം കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിനും ഞങ്ങൾ പോകുന്നില്ല. ഇന്നിവിടെ എല്ലാവരും വന്ന് ഞങ്ങളോടുള്ള സഹകരണം ഞങ്ങൾക്ക് ഒത്തിരിയധികം ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരോടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ സഭ എന്നാണ് നമുക്ക് അറിയുന്നത്. സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് സ്വന്തം സഭയെ പോലെ ഫീൽ ചെയ്തു എന്നാണ് മലയാളി കേരളം ഇതിനോടൊരു പ്രതികരണത്തെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കേരളത്തിൽ ഞാനവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നല്ലോ. എന്തുമാത്രം എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ പ്രവർത്തകരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചേർത്തലയിൽ തന്നെ വന്ന് എല്ലാവരും. പിന്നെ ഞാൻ ഒത്തിരി റാലികളും പ്രതിഷേധ റാലികളെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം പേരാണ് തെരുവിലേക്ക് ഇറങ്ങി. ഒരിക്കലും റാലിയിൽ പോകാത്ത ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളെ വളരെയധികം ഞങ്ങൾക്ക് ധൈര്യം തരുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങളോടൊപ്പം ആയിരുന്നല്ലേ.